രാഘവൻ എന്തൊക്കെയാ കാണിക്കുന്നേ? വണ്ടിയിൽ നിന്ന് ഇറങ്ങ്. മക്കളെ വിഷ്ണു, നീ വീണ്ടും എന്നെ ജയിലിൽ കൊണ്ടാൻ വേണ്ടി കൊണ്ടുവന്നോടാ. അച്ഛാ, ഞാൻ പറയുന്ന അച്ഛനൊന്ന് കേക്ക്. വാ അച്ഛാ, നടക്ക്. എവിടോട്ടാ പോന്നേ? നടക്ക് സാറേ. നീ വാ. ഓ ഭാഗ്യം, രക്ഷപ്പെട്ടു. ഓരോ വയ്യാവേലികളെ. കാണുന്നില്ലല്ലോ സാറിനെ. ഭക്ഷണം കഴിക്കണ കാര്യവും പറഞ്ഞ് സത്യാമ്മയുമേ വഴക്ക് കൂടിയപ്പോഴേ ഞാൻ കരുതിയതാ രാഘവൻ സാറ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമെന്ന്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാനാ ഈ മനുഷ്യനെ? ഇങ്ങനെ രാത്രിയിലുള്ള ഈ ഇറങ്ങിപ്പോക്ക് പതിവാക്കുകയാണെങ്കിൽ ആ പിള്ളയെ വിളിച്ചിവിടെ രാത്രിയിലൂടെ നിർത്തേണ്ടി വരും. അയാളോട് ഉറക്കളച്ച് രാത്രി കാവലിരിക്കാൻ പറയാം. അല്ലാതിപ്പോ നിവൃത്തിയില്ലല്ലോ. ഇങ്ങനെ ഇറങ്ങിപ്പോയി അറിയാത്ത സ്ഥലത്ത് പെട്ടുപോയാ നമ്മൾ അറിയോ? സത്യാമ്മ കർശനമായിട്ടും രാഘവൻ സാറിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ ഇറങ്ങി പോരുതെന്ന് പറയണം. എന്റെ പൊന്നി, ആര് കേൾക്കാനാ? ചെയ്യേണ്ട ഒരു പണിയുണ്ട്. ഇങ്ങനെ പോയാൽ ഞാൻ അതും ചെയ്യും. മുറി പിടിച്ച് പൂട്ടിയിടും. അവിടെ കിടന്ന് വലിയവായി ബഹളം വെക്കുമായിരിക്കും. എന്നാലും ഇതുപോലെ തീരുന്ന് കാത്തിരിക്കണ്ടല്ലോ. രാത്രിയിലാണെങ്കിൽ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ഒരു മര്യാദയില്ല. തട്ടി സൈഡിലോട്ട് വല്ലതും ഇടുവാണെങ്കിൽ നമ്മൾ ആരെങ്കിലും അറിയോ? ഇതിപ്പോ എവിടെ പോയി അന്വേഷിക്കാന്? എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അല്ല, ശിവനെ വിളിച്ചു പറഞ്ഞിട്ടില്ലേ? എവിടെ പോയിട്ടാണെങ്കിലും ശിവൻ കണ്ടുപിടിച്ചോളും. ആ ഒരു ആശ്വാസത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇതുവരെ ശിവനൊന്നും വിളിച്ചില്ലല്ലോ. കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാ. കുറച്ചുകൂടി കാക്കാം, എന്നിട്ട് നമുക്ക് വിളിക്കാം. വരുന്നുണ്ട്. എത്തിയല്ലോ. സാറേ, ഇറങ്ങിച്ചാ. സാർ എന്ത് പണിയാ ഈ കാണിച്ചത്? ഇറങ്ങിയാട്ടെ. മാറിക്കിടങ്ങോട്ട്. ഇയാള് വയ്യാത്ത കൈ കൊണ്ട് അതാണ് പിടിക്കാൻ വന്നേക്കണേ. അച്ഛാ, ഇറങ്ങച്ചാ. എടാ, നീ എന്തിനാടാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എടാ, ഇവിടെ നിൽക്കാൻ മേത്തുള്ളിൽ ഞാൻ നിന്നത്തോടെ അങ്ങോട്ട് വന്നേ. എനിക്ക് നിന്റെ മക്കളെ കൂടെ നിന്നാ മതി. ദാണ്ട് വരുന്നു. രാഘവൻ എന്തൊക്കെയാ കാണിക്കുന്നേ? വണ്ടിയിൽ നിന്ന് ഇറങ്ങ്. എടാ മക്കളെ വിഷ്ണു, നീ വീണ്ടും എന്നെ ജയിലിൽ കൊണ്ടാൻ വേണ്ടി കൊണ്ടുവന്നോടാ. അച്ഛാ, ഞാൻ പറയുന്ന അച്ഛനൊന്ന് കേക്ക്. അമ്മയൊന്നും പറയില്ല. അച്ഛൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. എന്നെ അച്ഛന് വിശ്വാസമില്ലേ? ഇറങ്ങച്ചാ. വാ. പതിയെ. എടോ, കാലെടുത്ത് ഇങ്ങോട്ട് വെക്കണോ? അച്ഛനിപ്പോ ഒന്നും ആലോചിക്കണ്ട. വീട്ടിലേക്ക് കയറ്. ബാക്കിയെല്ലാം നമുക്ക് പറഞ്ഞു നേരെയാക്കാം. നീ പറഞ്ഞോണ്ട് മാത്രം അതോട് കയറാം. പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം. അച്ഛൻ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ദേ, ഭാമ അടിച്ചിറക്കാൻ നിന്റെ ഭാര്യയും കുട്ടികളെയും നാളെ പോയി വിളിച്ചോണ്ട് വരണം. ഇല്ലെങ്കിൽ ഞാൻ പോയി വിളിച്ചോണ്ട് വരും. ശരി, സമ്മതിച്ചു. അച്ഛനിപ്പോ അകത്തേക്ക് കയറ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ അകത്തോട്ട് കയറത്തുള്ളൂ. നീ എന്തോടെ അങ്ങോട്ട് നോക്കുന്നേ? ഇതെന്നെ വീടാ. ഇവിടെ ഞാൻ പറയുന്നത് നടക്കത്തുള്ളൂ. ഇല്ലെങ്കിലേ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇതിപ്പോ എല്ലാവരോടും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇല്ല അച്ഛാ, ഒന്നും സംഭവിക്കില്ല. സത്യമ്മ സമ്മതിക്കും. എങ്കിൽ ഒക്കെ കൊള്ളാം. അതെ, നീ പെട്ടെന്ന് ശാലിനിയുടെ മക്കളുടെ അടുത്തോട്ട് ഇല്ലേ. ബാക്കി കാര്യമൊക്കെ ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞോളാം. ചെല്ല്. സത്യമേ, ഇപ്പൊ ഒന്നും പറയണ്ട. തൽക്കാലത്തേക്ക് ഒന്ന് ക്ഷമിക്കണം. സങ്കടം കൊണ്ടാ അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്.
ശാരികയ്ക്കിപ്പോ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിന് കാരണം ശാലിനിയുടെ കൃത്യമായ ഇടപെടലാണ്. ശാരിക രണ്ടാമത് കുഞ്ഞിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോ മറ്റൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കാൻ തോന്നിയ ബ്രില്യൻസ് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാതെ പറ്റില്ല. കാരണം ശരിക്കും ആ ഒരു കാഴ്ചയാണ് ശാരികയിൽ മാറ്റം ഉണ്ടാക്കിയത്. സ്വന്തം കുട്ടിയാണെന്ന് ധരിച്ചുകൊണ്ടുള്ള മാനസികമായ ഒരു മുന്നേറ്റം. അത് പക്ഷേ ഒരു ചതിയല്ലേ ഡോക്ടറെ? അറിഞ്ഞുകൊണ്ട് എൻ്റെ മോളെ ചതിക്കുന്നതിന് തുല്യമായി പോയില്ലേ ആ പ്രവൃത്തി? നമ്മുടെ ലക്ഷ്യം എന്താ? ശാരികയെ പൂർണ്ണമായും സുഖപ്പെടുത്തുക. അതിനെന്തെല്ലാം മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലൊരു മെഡിസിനെ നമ്മൾ ഇവിടെയും ഉപയോഗിച്ചുള്ളൂ. എന്തായാലും കിട്ടിയ റിസൾട്ട് പോസിറ്റീവ് അല്ലേ? അപ്പൊ പിന്നെ റോങ് ഡിസിഷൻ ആവുന്നത് എങ്ങനെയാ? അല്ല, അതുമാത്രമല്ല, ഇനിയും ശാരികയ്ക്ക് കൃത്യമായ പരിചരണം കൊടുത്താൽ ജീവിതത്തിലേക്ക് ഈസിയായി കൊണ്ടുവരാൻ പറ്റും. മനസ്സ് സന്തോഷമായിരിക്കാൻ ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം താനെ വന്നോളും. മോളെ കഴിക്ക്. അച്ഛാ, എനിക്കെന്റെ മോളെ ഒന്ന് കാണണം. മോളെ എനിക്കിപ്പോ അങ്ങനെ പറയത്തക്ക ക്ഷീണമൊന്നുമില്ലല്ലോ. തന്നെയല്ല, എന്റെ മോളെ ഇപ്പൊ അത്യാവശ്യം എടുക്കാനും കൊഞ്ചിപ്പിക്കാനും കളിപ്പിക്കാനും എന്ത് വേണമെങ്കിലും ആവാലോ. ഒന്ന് കൊണ്ടുവരാൻ പറ അച്ഛാ, എനിക്കൊന്ന് കാണാൻ വേണ്ടിട്ടാ. മോളെ മോളെ ഞാൻ കൊണ്ടുവരാം. തൽക്കാലം മോളിത് കഴിക്ക്. അച്ഛനിത് മോൾക്ക് വേണ്ടി കൊണ്ടുവന്നല്ലേ. ആദ്യം മോളെ കൊണ്ടുവന്ന് കാണിക്ക്, എന്നിട്ട് ഞാൻ കഴിച്ചോളാം. ഞാനൊന്ന് നോക്കട്ടെ. അതെ, ശാലിനി ചേച്ചിയും കുട്ടികളൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അവർക്ക് കട്ടൻ ചായ കൊടുക്കാനാണോ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? ശിവേട്ടൻ പോയിട്ട് വന്നിട്ടില്ലല്ലോ. പാല് വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.